ഉത്തർപ്രദേശിലെ സാംബാൽ സംഘർഷത്തിൽ മരണം 3 15ഓളം പോലീസുകാർക്ക് പരിക്കേറ്റു. ഉദ്യോഗസ്ഥർക്ക് നേരെ ആൾക്കൂട്ടം വെടിവെച്ചതായി പോലീസ് വ്യക്തമാക്കി. മസ്ജിദിന്റെ സർവേയുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വലിയ സംഘർഷമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്ന ജാഗ്രതാ വിവരങ്ങൾ എങ്ങനെ അച്യുതൻ? മസ്ജിദ് ക്ഷേത്രമാണെന്ന ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു ഈ സർവേ നടന്നത്. ആദ്യഘട്ടം ഈ മാസം 19 നടന്നു. ഈ രണ്ടാം ഘട്ട സർവേക്കായിട്ടാണ് ഉദ്യോഗസ്ഥർ ഇന്ന് 7 മണിയോടെ ഈ സംഭാലിൽ എത്തുന്നത്. അതിനുശേഷം ഈ സർവേ പൂർത്തിയാക്കി മടങ്ങുന്നതിനിടയിലാണ് ഈ ആളുകൾ സംഘടിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുന്നത്. പോലീസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം കല്ലേറ് നടത്തുകയും വെടിവയ്പ് നടത്തുകയും ചെയ്തതാണ് പോലീസ് പറയുന്നത്. ഇതിൽ ചില ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിലവിലെ കണക്കു പ്രകാരം 15ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റത്. ഇപ്പം 3 പേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ട് കൂടി. എന്തായാലും ഈ സംഘർഷം തുടങ്ങിയ ഉടൻ തന്നെ കൂടുതൽ പോലീസ് സേന എത്തി ഇവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ ആക്രമണം നടത്തുകയായിരുന്നു. തുടർന്നാണ് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം നിരവധി വാഹനങ്ങൾക്ക് തീയിടുകയും വീടുകൾ തകർക്കുന്ന സ്ഥിതിയിലേക്ക് വരെ ഈ സംഘർഷം എത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ശരി, അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.